ഹലോ ഗൈസ്, ഇന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ കാണാൻ പോകുന്നത്. സമയം ഉച്ചയ്ക്കായിട്ടുണ്ടേ. അങ്ങനെ ഞങ്ങൾ കൊല്ലം ചിന്നക്കട അയ്യപ്പാസിലോട്ടാണ് പോയത്. ബഡാ ബസാറിൽ നിന്ന് ബുക്കും ബാഗും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ചാരുവിന് ഫാൻസി ഐറ്റംസ് ഒന്നും മേടിച്ചിട്ടില്ലായിരുന്നു. വളയും മാലയും പൊട്ടും എല്ലാം തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അത് അയ്യപ്പാസിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ച്. അയ്യപ്പാസിൽ ഒരുപാട് ബുക്കും കാര്യങ്ങളും എല്ലാം ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പക്ഷേ എല്ലാം ഹോൾസെയിൽ വിലയ്ക്കാണ് നമുക്ക് മേടിക്കാൻ പറ്റുന്നത്. വളയൊക്കെ നമ്മൾ മേടിക്കുമ്പം ഓരോന്നായിട്ടൊന്നും മേടിക്കാൻ പറ്റത്തില്ല, എല്ലാം ബോക്സ് ആയിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നല്ല ലാഭവും കൂടിയാണ് അയ്യപ്പാസിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്നത്. എല്ലാം ഹോൾസെയിൽ റേറ്റിനാണ്. അങ്ങനെ ഞങ്ങൾ വാളയുടെ സെക്ഷൻ എവിടെയാണെന്നും പറഞ്ഞ് തിരക്കി നിന്നപ്പം രണ്ടാമത്തെ നിലയിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ കുറേ ഓയിലൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം അത് ഓരോന്നായിട്ട് റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഓരോന്നായിട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് രണ്ടാമത്തെ നിലയിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റെപ്പിൽ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ അടുക്കി 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 വെച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ കൊണ്ടുപോകുന്നതായാലും പേനയായാലും ചന്ദനത്തിരി ആയാലും എല്ലാം നമുക്ക് ബോക്സ് ആയിട്ടാണ് കേട്ടോ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റുന്നത്. മാത്രമല്ല നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ലാഭമാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ നിലയിലോട്ട് പോയപ്പോൾ തന്നെ അവിടെ ഒരുപാട് വളയും കാര്യങ്ങളും എല്ലാം അങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു. സ്റ്റാഫുകളെ ആരും തന്നെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് രണ്ട് ചേച്ചിമാരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് വെയിറ്റ് ചെയ്ത് സ്റ്റാഫ് വന്ന് എടുത്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയം കൊണ്ട് മാലയെല്ലാം നോക്കുമായിരുന്നു. പക്ഷെ നമുക്ക് ഒരു മാലയായിട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല. ഇതുപോലെ നമുക്ക് പാക്കിംഗ് ആയിട്ടാണ് കിട്ടുന്നത്. എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സെറ്റായിട്ട് വേണം എടുക്കാൻ. പക്ഷെ എല്ലാ രീതിയിലുമുള്ള കളക്ഷൻ നമുക്ക് കുഞ്ഞു പിള്ളേർ തൊട്ട് വലിയവർ വരെ ഉള്ള കളക്ഷൻ അവിടെ കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ തന്നെ ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി പറഞ്ഞു ഇവിടെ അല്ല, മൂന്നാമത്തെ നിലയിലാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി മൂന്നാമത്തെ നിലയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണം, കമ്പിയുടെ വേണോ പ്ലാസ്റ്റിക് വേണോ, എങ്ങനെ വേണമെന്നൊക്കെ ചോദിക്കുമായിരുന്നു. അങ്ങനെ ഓരോ ബോക്സായിട്ട് ആ ചേച്ചി എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബോക്സ് എടുത്തപ്പോൾ അതിൽ ഇത് ഈ വളയുടെ കൂട്ടത്തിൽ കമ്മലുകൾ ഓരോ സെറ്റ് വളയിലും ഓരോ സെറ്റ് കമ്മൽ ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബോക്സിന് 60 രൂപയാണ് കേട്ടോ ആ ചേച്ചി പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ കളറുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ വേറെ കളറൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു. പിന്നെ അതിൽ നിന്ന് ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരേ അളവിൽ തന്നെ നമുക്ക് സെയിം അളവിൽ തന്നെ കിട്ടത്തില്ല, പല പല അളവായിരിക്കും. ചെറുതിൽ നിന്നും വലുതിലോട്ട് എന്ന രീതിയിലായിരിക്കും നമുക്ക് അളവ് കിട്ടുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് വെച്ചിരുന്നിട്ടായാലും ഇടാം. പിന്നെ 2 പെൺകുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ 2-3 പെൺകുട്ടികൾക്കൊക്കെ മേടിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണ്. പിന്നെ ഒരു ബോക്സും കൂടെ മേടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ബില്ലടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ കടപ്പാക്കടയിലോട്ടാണ് വന്നത്. പിന്നെ കടപ്പാക്കടയിലോട്ട് വന്ന് ഷാർജ കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. കടപ്പാക്കടയിൽ എപ്പോൾ വന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഷാർജ കുടിക്കാറുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഫ്രഷ് ഷാർജയാണ്. ചാരുവിനൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെപ്പോൾ അതുവഴി പോയാലും ഷാർജ വേണം ഷാർജ വേണം എന്നുള്ള ഇതാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരു വട്ടം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് കുടിക്കാതെ വരാൻ തോന്നത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും കടപ്പാക്കടയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഷാർജ ട്രൈ ചെയ്യണം കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് പ്രിയ ലേഡീസ് സെൻറ്ററിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊട്ട് എനിക്ക് അവിടെ അയ്യപ്പാസിൽ നിന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ പൊട്ട് മേടിക്കാനായിട്ട് കയറിയതാണ്. അങ്ങനെ ഈ ഒരു ടൈപ്പിൻ്റെ പൊട്ടാണ് കേട്ടോ ഞാൻ നെറ്റിയിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പൊട്ട് തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇതിൽ നിന്ന് ഒരു പാക്കറ്റ് പൊട്ടെടുത്ത് പിന്നെ ക്രാഫ്റ്റ് വർക്കിന് കുറച്ച് സാധനങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് അവിടെ എല്ലാം നോക്കുമായിരുന്നു. ആ ചേച്ചി അവിടെ എല്ലാം നോക്കി. പിന്നെ അതൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ, അവിടെ ഇല്ലായിരുന്നു, തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഷോപ്പിംഗ്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോയി, അത്രയേ ഉള്ളൂ.